Hi everyone, English ലാറിൻ്റെ പുതിയൊരു ലേണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പല വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ട്, ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്കൊക്കെ റെസ്പോൺസ് തരുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചില കുട്ടി ഇംഗ്ലീഷ് യൂസേജസ് ആണ്. അപ്പോൾ ഇത് ചോദ്യങ്ങളുണ്ട്, ഫ്രേസസ് ഉണ്ട്, സെൻറ്റൻസസ് ഉണ്ട്, എന്നാൽ ഇതെല്ലാം വളരെ ഷോർട്ടാണ് അല്ലേ. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ കൺവേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളത്, ശരിയല്ലേ? അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കുറച്ച് കുട്ടി യൂസേജസ് കാണാം. യൂസേജസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്രേസസും സെൻറ്റൻസസും ചോദ്യങ്ങളും എല്ലാം ഇൻക്ലൂഡഡ് ആയി വന്നുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ വരുന്ന സെൻറ്റൻസസ് ഒക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ സെൻറ്റൻസ്, ഡോണ്ട് വറി. അല്ല, നമ്മളൊരു സുഹൃത്ത് വളരെ വിഷമിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരിഭ്രമം കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ പേടി കാണിക്കുമ്പോൾ, എന്തിനോടെങ്കിലും ഒരു ചെറിയ ടെൻഷൻ കാണിക്കുമ്പോൾ നമ്മൾ കൂടെ വന്നിട്ട് പറയുന്നൊരു സെൻറ്റൻസ് ആണ് എന്ത്? ഡോണ്ട് വറി. പേടിക്കണ്ട, നീ ടെൻഷൻ അടിക്കല്ലേ എന്ന് നമ്മൾ പറയില്ലേ? അവന് കൊടുക്കുന്നൊരു മെൻ്റൽ സപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഡോണ്ട് വറി. എങ്ങനെയാണ്? ഡോണ്ട് വറി, നീ പേടിക്കണ്ട. ഇനി ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ കേട്ടോ, ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഡോണ്ട് വറി. ഇനി നമുക്ക് രണ്ടാമത്തെ കുട്ടി സെൻറ്റൻസിലേക്ക് പോകാം കേട്ടോ. ഒരു സിറ്റുവേഷനാണ്. നിങ്ങളൊരു സുഹൃത്തിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നു, അദ്ദേഹം എങ്ങോട്ടെങ്കിലും ദൂരെ യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിമിഷം നിന്നിട്ട് ബൈ, ടേക്ക് കെയർ എന്നൊക്കെ പറയും അല്ലേ, പിന്നെ കാണാം എന്നൊക്കെ പറയും. അതിനൊപ്പം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് ആണ് ടച്ചിലിരുന്നോളൂ കേട്ടോ, അല്ലേ? ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കോൺടാക്റ്റിൽ ഇരിക്കൂ എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് പറയുന്നത്? കീപ്പ് ഇൻ ടച്ച്. എങ്ങനെയാണ്? കീപ്പ് ഇൻ ടച്ച്. ഓക്കെ. അപ്പം നമ്മൾ സുഹൃത്തിനോട് പറയുവാണ്, നീ ദൂരെ പോയാലും ഇടയ്ക്കിടയ്ക്ക് ഒരു മെസ്സേജ് അയക്കൂ, അല്ലെങ്കിൽ ഇടയ്ക്കൊരു കോൾ ചെയ്യണേ എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എങ്ങനെ പറയാം? കീപ്പ് ഇൻ ടച്ച്. ക്ലിയർ അല്ലേ? അടുത്ത സെൻറ്റൻസ് ആണ് ഐ വിൽ സീ ടു ഇറ്റ്. ഐ വിൽ സീ ടു ഇറ്റ്. ഐ വിൽ സീ ടു ഇറ്റ്. ഇപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മുടെ ഓഫീസിൽ, ഇപ്പം നിങ്ങളൊരു മാനേജറാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ താഴെയുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാറേ ഇതിങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയില്ലേ? എങ്ങനെ പറയുന്നത്? ഐ വിൽ സീ ടു ഇറ്റ്. ഞാനത് നോക്കിക്കോളാം. അല്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു, അതെ ഇന്നപോലെ വീട്ടിൽ ഞാനൊരു പ്രശ്നം നോട്ടീസ് ചെയ്തു കേട്ടോ, അതെ നിങ്ങളുടെ അങ്ങോട്ട് പോകുന്ന പൈപ്പ് പൊട്ടിക്കിടക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഐ വിൽ സീ ടു ഇറ്റ്, ഞാനത് നോക്കിക്കോളാം. എന്താണ്? ഐ വിൽ സീ ടു ഇറ്റ്. ക്ലിയർ അല്ലേ? ഐ വിൽ സീ ടു ഇറ്റ്. അടുത്ത സെൻറ്റൻസ്, ഫൊർഗെറ്റ് ഇറ്റ്. മറന്നു കളഞ്ഞേക്ക്, നീ വിട്ടുകളാ, പോട്ടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു, വളരെ ഫ്രസ്ട്രേഷനോടുകൂടി അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടി നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയുന്നു. അപ്പോൾ നിങ്ങൾ പറയും പോട്ടെടാ, അത് വിട്ടുകളാ, മറന്നുകളാ. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കോമൺ എക്സ്പ്രഷനാണ് ഫൊർഗെറ്റ് ഇറ്റ്. വിട്ടുകളാ, മറന്നുകളാ, പോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കില്ലേ? അത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് കേട്ടോ, ഫൊർഗെറ്റ് ഇറ്റ്, മറന്നു കളയോ. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ, ഫൊർഗെറ്റ് ഇറ്റ്. ഫൊർഗെറ്റ് ഇറ്റ് എന്നുള്ളതാണ് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ, ഫൊർഗെറ്റ് ഇറ്റ്. ക്ലിയർ അല്ലേ? അടുത്തത്, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് പറയുകയാണ്, പ്ലീസ് വെയിറ്റ്, ഒരു മിനിറ്റ്, അതൊരു സെക്കൻഡ് എന്നൊക്കെ പറയില്ലേ? അത് വളരെ കാഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നടക്കുള്ളൂ കേട്ടോ. ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇത് നടക്കുന്നതല്ല, കാഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കോളാണ്. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിൽ ഡീവിയേറ്റഡ് ആയിട്ട് വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ വേറെ എങ്ങോട്ടെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നു. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് ഇത് ഇപ്പോൾ വരാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ് തിരിയുന്നു. അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷൻ എന്താണെന്നറിയാമോ? ഹോൾഡ് ഓൺ. ഹോൾഡ് ഓൺ, അല്ലെങ്കിൽ ഹോൾഡ് ഓൺ ഫോർ എ സെക്കൻഡ്, അല്ലെങ്കിൽ ഹോൾഡ് ഓൺ ഫോർ എ മിനിറ്റ് എന്ന് നമുക്ക് പറയാം. അത് ഫോണിൽ മാത്രമല്ല, നോർമൽ ഒരു സിറ്റുവേഷനിൽ പോലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വളരെ കാഷ്വലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് യൂസേജ് ആണ് ഹോൾഡ് ഓൺ. ഹോൾഡ് ഓൺ, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ഹോൾഡ് ഓൺ. ഓക്കെ, ഹോൾഡ് ഓൺ. അടുത്ത സിറ്റുവേഷൻ, നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾക്കത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി, അതായത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കോമഡി, നിങ്ങളെ കളിയാക്കുവാണോ എന്ന് പോലും നിങ്ങൾക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നൊരു ഇംഗ്ലീഷ് യൂസേജ് ആണ് ആർ യു കിഡിങ്? നീ എൻ്റെ കളിക്കോ, നീ എൻ്റെ തമാശ പറയുക എന്ന് നമ്മൾ ചോദിക്കില്ലേ? അതിന് ഈക്വലൻ്റായിട്ട് പറയാം ആർ യു കിഡിങ്. നീ എന്താ തമാശ പറയുവാണോ, നീ എന്താ കളിക്കുവോ, നീ എന്താ കളിയാക്കുവോ എന്ന് നമുക്ക് ചോദിക്കത്തില്ലേ? ഇതെന്താ തമാശയാണോ? ആർ യു കിഡിങ്. നീ തമാശ പറയുകയാണോ? ആർ യു കിഡിങ്. ഇനി നമുക്ക് ഓഫീസിലൊരു സിറ്റുവേഷൻ കാണാം. അപ്പോൾ നിങ്ങൾ പലരും ജോലി ചെയ്യുന്നവരാണ്, എനിക്കറിയാം.
അപ്പോൾ ഓഫീസിൽ നിങ്ങൾ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തു, വലിയൊരു കമ്പനിയിലേക്ക് നിങ്ങൾ അപ്രൂവലിന് അയച്ചേക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ ഓടി വന്നിട്ട് പറഞ്ഞു, അതെ നമ്മുടെ പ്രോജക്റ്റ് അപ്രൂവ്ഡ് ആയി കേട്ടോ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ പറയുന്നു, ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, കൊള്ളാലോ, അടിപൊളിയാണല്ലോ, സന്തോഷമായൊരു വാർത്തയാണല്ലോ എന്നൊക്കെ പറയില്ലേ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, അത് നല്ലൊരു വാർത്തയാണ്, കൊള്ളാം, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന എക്സ്പ്രഷനാണ് കേട്ടോ എന്ത്? ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. എന്നോട് പറഞ്ഞേ, ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. നിങ്ങൾ പഠിച്ചു പോകുമ്പോഴേ ഇങ്ങനെ പറയുന്ന സാധനങ്ങളൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അതിനൊപ്പം നിങ്ങളോടൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. അതിവിടെ മാത്രമല്ല, നിങ്ങൾ ഏത് ക്ലാസ് ശ്രദ്ധിക്കുമ്പോഴും, പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചാൽ, അതൊന്ന് ബുക്കിൽ എഴുതി വെക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ടുതന്നെ ഇഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് നാളെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോയാലോ? അടുത്ത സിറ്റുവേഷൻ ഒന്ന് കാണാം. നിങ്ങൾക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, 10 മണിക്കാണ് മീറ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് ചെറിയ ഡൗട്ട്, എത്ര മണിക്കാണ് മീറ്റിംഗ്? ആൾ വന്ന് ചോദിക്കുക, അതെ 10 മണിക്കല്ലേ മീറ്റിംഗ്? അപ്പോൾ നിങ്ങൾക്കൊരു സംശയമായി, 10 മണിക്കാണോ? അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഐ തിങ്ക് സോ, എനിക്കങ്ങനെ തോന്നുന്നു, ഉറപ്പില്ല കേട്ടോ. ഉറപ്പാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഐ എം ഷുവർ എന്നൊക്കെ പറയില്ലേ? അതെ ഉറപ്പാണ്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എനിക്കും അങ്ങനെ തോന്നുന്നു. ഐ തിങ്ക് സോ, എനിക്ക് അങ്ങനെ തോന്നുന്നു. ഒന്ന് പറഞ്ഞേ, ഐ തിങ്ക് സോ, ഐ തിങ്ക് സോ. ക്ലിയർ അല്ലേ? ഐ തിങ്ക് സോ, എനിക്കും അങ്ങനെ തോന്നുന്നു. ഇനി അടുത്ത സിറ്റുവേഷനാണ്, അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. എന്താണ് ദാറ്റ്സ് ഓൾ? അത്രേ ഉള്ളൂ എന്ന് പറയുന്നതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എക്സ്പ്രഷനാണ് ദാറ്റ്സ് ഓൾ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലതിനെക്കുറിച്ച് ആളുകൾ വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ നിങ്ങൾ ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, അതിന് പുറത്തേക്ക് ഇനി സംസാരിക്കാനൊന്നുമില്ല എന്ന് നമ്മൾ പറയില്ലേ? അതാണ് ദാറ്റ്സ് ഓൾ. എങ്ങനെ? ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. നമ്മൾ മുമ്പ് ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലേ? സുഹൃത്ത് വന്ന് ചോദിച്ചു, 10 മണിക്കല്ലേ മീറ്റിംഗ്, നിങ്ങൾക്ക് ഉറപ്പല്ല, നിങ്ങൾ പറഞ്ഞു ഐ തിങ്ക് സോ. എന്നാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന വേറൊരാൾ പറഞ്ഞു, 10 മണിക്കാണ് മീറ്റിംഗ്. അദ്ദേഹം പറയുകയാണ്, അതെ 10 മണിക്കാണ് മീറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫർമേഷൻ എടുക്കണം, ഉറപ്പാണോ അല്ലേ? നമ്മൾ എങ്ങനെ ചോദിക്കും? ഐ യു ഷ്യൂർ, ഐ യു ഷ്യൂർ, നിനക്ക് ഉറപ്പാണോ? ഐ യു ഷ്യൂർ. അപ്പം അങ്ങനെ ചോദിച്ചാൽ അവരെന്ത് പറയും? ഉറപ്പാണെങ്കിൽ ഉറപ്പാണെന്ന് പറയും, അല്ലെങ്കിൽ അല്ല എന്ന് പറയും, ശരിയല്ലേ? അപ്പോൾ നമ്മൾ കൺഫർമേഷൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഐ യു ഷ്യൂർ. ഒന്ന് ചോദിച്ചേ, ഐ യു ഷ്യൂർ, ഐ യു ഷ്യൂർ. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് ആണ്, സംസാരത്തിലും യാത്രയിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സെൻറ്റൻസ് ആണിത്, ഒരു യൂസേജ് ആണിത്. സ്ലോ ഡൗൺ, സ്ലോ ഡൗൺ. ഒരാൾ സ്പീഡിൽ സംസാരിച്ച് പോകുന്നു, നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല, അപ്പോൾ നിങ്ങൾ എന്ത് പറയും? സ്ലോ ഡൗൺ. അല്ലെ കാറ് പെട്ടെന്ന് ഓടിച്ചു പോവാണ്, നിങ്ങൾക്ക് ഭയങ്കര പേടിയാവുന്നു, അപ്പോൾ നിങ്ങൾ കുറച്ച് വേഗം കുറയ്ക്കൂ എന്ന് ആവശ്യപ്പെടുന്നു. അതെങ്ങനെ ചോദിക്കുന്നത്? സ്ലോ ഡൗൺ, സ്ലോ ഡൗൺ. സംസാരത്തിലാവാം, യാത്രയിലാവാം, നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ് കേട്ടോ, സ്ലോ ഡൗൺ, സ്ലോ ഡൗൺ. പറഞ്ഞ ആരെങ്കിലും പെട്ടെന്ന് സംസാരിച്ചു പോകുമ്പോൾ എന്ത് പറയും? സ്ലോ ഡൗൺ എന്ന് വെച്ചാൽ അവർ സ്പീഡ് കുറച്ച് സംസാരിക്കും, അല്ലെങ്കിൽ വണ്ടി സ്പീഡിലാണ് ഓടിച്ചു പോകുന്നതെങ്കിൽ വണ്ടിയുടെ വേഗം കുറച്ച് ഓടിക്കും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സ്ലോ ഡൗൺ. ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ. നമ്മൾ മുമ്പേ നമ്മുടെ സുഹൃത്ത് ട്രാൻസ്ഫർ ആയി പോയ കാര്യം പറഞ്ഞില്ലേ? എന്താ നമ്മൾ പറഞ്ഞു? കീപ്പ് ഇൻ ടച്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളിയെ വിളിച്ചു, ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം, എങ്ങനെ പോകുന്ന കാര്യങ്ങൾ? അപ്പോൾ ഇദ്ദേഹം പറയും, ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? സോ ഫാർ സോ ഗുഡ്. ഇതുവരെ വലിയ പ്രശ്നമൊന്നുമില്ല, ഇതുവരെ നന്നായിട്ട് പോകുന്നു, ഇതുവരെ പ്രശ്നങ്ങളില്ലാണ്ട് പോകുന്നു എന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയും? സോ ഫാർ സോ ഗുഡ്. പ്രത്യേകിച്ച് പുതിയ പ്രോജക്ട്സിലോ പുതിയ സ്ഥലങ്ങളിലൊക്കെ ചെന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ നമുക്ക് തരുന്നൊരു മറുപടിയാണ് കേട്ടോ. നിങ്ങൾക്കും പറയാം, നിങ്ങളിങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ സോ ഫാർ സോ ഗുഡ്. എങ്ങനെ? സോ ഫാർ സോ ഗുഡ്. ഇതുവരെ ഓക്കെയാണ്, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, നിങ്ങളിങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി എന്തെങ്കിലും ഒരു അർജൻറ്റ് കാര്യത്തിന് വേണ്ടി പോവുകയാണ്. ഒരു മീറ്റിംഗ് ആവാം, ഒരു ഫാമിലി ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരാൾ പുറകിൽ നിന്ന് ഓടി വന്നിട്ട് അതെ ഈ കാര്യം എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് വെറുതെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി നോക്കുവാണ്, അല്ലെ കുറേ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ നിങ്ങൾ പറയും, അതെനിക്ക് സമയമില്ല കേട്ടോ, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്. എങ്ങനെ പറയും? ഐ എം ഇൻ എ ഹറി. അല്ലെ നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്, എനിക്ക് സമയമില്ല, എനിക്ക് തിരക്കാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയും? ഐ എം ഇൻ എ ഹറി, ഐ എം ഇൻ എ ഹറി. പിന്നെ സംസാരിക്കാൻ എങ്ങനെ പറയും? ഐ ടോക്ക് ടു യു ലേറ്റർ, ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ. കേട്ടോ, അപ്പം എനിക്ക് തിരക്കാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഐ എം ഇൻ എ ഹറി. ഒന്ന് റിപ്പീറ്റ് ചെയ്തേ, ഐ എം ഇൻ എ ഹറി. ഓക്കെ, ഇനി നമ്മൾ അവസാനത്തെ യൂസേജിലേക്ക് പോകണം കേട്ടോ. ടൈംസ് അപ്പ്. അയ്യോ സമയം കഴിഞ്ഞു. നിങ്ങളൊക്കെ എക്സാമിനേഷൻ ഹാളിൽ കേട്ടിട്ടുള്ളൊരു യൂസേജ് ആയിരിക്കും അല്ലേ? ടീച്ചർ പറയും, സമയം കഴിഞ്ഞ് നിർത്തിക്കോ, ടൈംസ് അപ്പ്, ടൈം ഇസ് അപ്പ്.
ഓൾറൈറ്റ്, എന്തെങ്കിലും ഒരു ഡെഡ് ലൈനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 2 മിനിറ്റിന് ചെറിയ ടാസ്ക് ഒരാൾക്ക് കൊടുക്കുന്നു. നമ്മൾ സമയം കഴിയുമ്പോൾ എങ്ങനെ പറയും? ടൈംസ് അപ്പ് അല്ലേ? കുട്ടികളോട് പറയുന്നു 2 മിനിറ്റിനുള്ളിൽ 10 സെൻറ്റൻസ് എഴുതൂ എന്ന് പറയുന്നു, അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് 100 സെൻറ്റൻസ് എഴുതാൻ പറയുന്നു, അല്ലെങ്കിൽ 10 വാക്ക് എഴുതാൻ പറയുന്നു. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ചെറിയൊരു ആക്ടിവിറ്റിയാണ്. സമയം കഴിയുമ്പോൾ പറയും ടൈംസ് അപ്പ്, സമയം കഴിഞ്ഞു, ടൈംസ് അപ്പ്. എങ്ങനെ പറയും? ടൈംസ് അപ്പ്. അപ്പോൾ നമ്മളിന്ന് കണ്ടത് കുറച്ച് സെൻറ്റൻസസ് ആണ്, ഫ്രേസസും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ അടങ്ങിയ കുറച്ച് കുട്ടി ഇംഗ്ലീഷ് സെൻറ്റൻസസ്. നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ചില സെൻറ്റൻസസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇംഗ്ലീഷ് ലാറിൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. Okay, so unless see you next time, it's bye from Jijo. Thank you so much for watching us. Have a good time.